ചെറിയ പെരുന്നാൾ പടിവാതിലിൽ എത്തിയതോടെ നാടും നഗരവുമെല്ലാം ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. രാജ്യത്തെ വിവിധ ഇടങ്ങളിലുള്ള പരമ്പരാഗത മാർക്കറ്റുകളിലും മറ്റു ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു. പുതുവസ്ത്രങ്ങളും തൊപ്പികളും പെർഫ്യൂമുകളും ഊതും കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വാങ്ങാനാണ് കൂടുതൽ തിരക്ക്. പെരുന്നാൾ ദിനത്തിൽ ഒമാനികൾ പ്രത്യേകം തയ്യാറാക്കുന്ന വിഭവമായ ഷുവ ചുട്ടെടുക്കാനുള്ള സാധനങ്ങളാണ് പരമ്പരാഗത മാർക്കറ്റുകളിൽ കൂടുതൽ വിറ്റുപോകുന്നത്. മസാല ചേർത്ത മാംസം വാഴയിലയിൽ പൊതിഞ്ഞ് പായയിൽ കെട്ടി കമ്പിവല കൊണ്ട് വരിഞ്ഞു മുറുക്കി വലിയ കുഴിയിലേക്ക് ഇറക്കി തീയിൽ ചുട്ടെടുത്താണ് ഷുവ തയ്യാറാക്കുക. ഇതിനാവശ്യമായ പായ, സ്റ്റീൽ നെറ്റ്, കയർ, കത്തി, വിറക്, മസാലപ്പൊടികൾ തുടങ്ങിയവയുടെ വിൽപ്പന തകൃതിയാണ്. ഷുവ പാകം ചെയ്യാനുള്ള പ്രത്യേക അടുപ്പ്, ഗ്യാസ് കുറ്റികൾ എന്നിവയ്ക്കും വലിയ ഡിമാൻഡുണ്ട്. ആടുമാടുകളുടെ വിൽപ്പനയും സജീവമായി. മാംസ വിൽപ്പനയ്ക്കായി ഓരോ വിലായത്തിലും പ്രത്യേക അറവുശാലകളും വിൽപ്പനാ കേന്ദ്രങ്ങളും സജ്ജമാണ്. പെരുന്നാളിന് 3-4 ദിവസം മുൻപ് തുടങ്ങുന്ന ഹൽക്ക എന്ന പേരിലുള്ള ആദ്യകാല ചന്തകൾക്ക് പകരം ഇപ്പോൾ സൂക്കുകളാണ് സജീവം. അലങ്കാര വിളക്കുകൾ, ചിരാതുകൾ, സുഗന്ധവസ്തുക്കൾ, പാത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്കും പരമ്പരാഗത വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക് ഭരണാധികാരികൾക്കും നേതാക്കൾക്കും പെരുന്നാൾ ആശംസകൾ കൈമാറി. രാജ്യത്തെ ജനങ്ങൾക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.